നഗരത്തിന് പുരോഗതിയുടെ രൂപരേഖയുമായി ആലപ്പുഴ നഗരസഭ വികസന സെമിനാർ. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച വികസന സെമിനാർ ചെയർപേഴ്സൺ കെ ജയമ്മ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെയും കിലയുടെയും നവകേരളം കർമ്മ പദ്ധതികൾക്കനുസൃതമായി നാനാവിഭാഗം ജനങ്ങളുടെയും അവർ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളെയും സംബോധന ചെയ്തുകൊണ്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴയുടെ സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചർച്ചകളുടെയും പൊതുചർച്ചയുടെയും ഭാഗമായി വന്ന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും തുടർന്ന് കൂടുന്ന വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും കൗൺസിലിന്റെയും അംഗീകാരത്തോടെ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുകയും ചെയ്യും. സർവോദയപുരം ബയോമൈനിംഗ് 2ാം ഘട്ടം ആധുനിക രീതിയിൽ ടൗൺ ഹാൾ നിർമ്മാണം, ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായം, നിർമ്മല ഭവനം, നിർമ്മല നഗരം എന്ന നഗരത്തിന്റെ ശുചിത്വ സൗന്ദര്യവൽക്കരണ പദ്ധതി, ഫുഡ് ആൻഡ് ആർട്ട് സ്ട്രീറ്റ് പദ്ധതി, ടേക്ക് എ ബ്രേക്ക് പൊതുശൗചാലയ നിർമ്മാണ പദ്ധതി, ABC പ്രോഗ്രാം, വനിതകൾക്ക് പൊതുവ്യായാമ കേന്ദ്രങ്ങൾ, സ്കൂളുകൾക്കും ക്ലബ്ബുകൾക്കും സ്പോർട്സ് കിറ്റുകൾ, കമ്മ്യൂണിറ്റി ലെവൽ സീവേജ് സെപ്റ്റേജ് സിസ്റ്റം, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, ടൂറിസം മേഖലയിൽ കൂടുതൽ പേ ആൻഡ് യൂസ് ടോയ്ലറ്റുകൾ, എല്ലാ വാർഡുകളിലും മിനി MCF ബസ് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുക, ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പദ്ധതി, ആശ്രയ പദ്ധതി വീടുകൾക്ക് കുടിവെള്ള കണക്ഷൻ, മത്സ്യത്തൊഴിലാളികൾക്ക് വല, റീഇൻഫോഴ്സ്ഡ് ചെറുവള്ളങ്ങൾ, ക്ഷീരസംഘങ്ങൾക്ക് ഭൂമി, കറവപ്പശുക്കൾക്ക് ഇൻഷുറൻസ്, പാടശേഖരങ്ങൾക്ക് വെർട്ടിക്കൽ പമ്പ്, പുറംബണ്ട് ബലപ്പെടുത്തൽ എന്നിവയാണ് പ്രധാന പദ്ധതി നിർദ്ദേശങ്ങളായി വന്നിട്ടുള്ളത്. തൊഴിലിടങ്ങൾ, കായിക കേന്ദ്രങ്ങൾ, കൃഷിയിടങ്ങൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശുചിത്വ സംസ്കാരം, വിനോദസഞ്ചാര മേഖലകളിലെ സൗകര്യങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തൽ, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ, നഗരത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നീ പ്രഖ്യാപിത നയങ്ങളോടെയാണ് നിർദ്ദേശങ്ങളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി AA മുംതാസ് പദ്ധതി വിഷയാവതരണം നടത്തി. ഉദ്ദേശിക്കുന്നതിനുള്ള പദ്ധതികൾ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വനിതകളായിട്ടുള്ള പദ്ധതികൾ നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ പ്രധാനമായി നിൽക്കുന്നത് ശുചിത്വമാണ്. ഈ ശുചിത്വം എന്ന് പറയുന്ന നവകേരള മുക്ത കേരളം എന്ന രീതിയിലാണ് ശുചിത്വ സന്ദേശം നമ്മൾ താഴെത്തട്ടിലേക്ക് പോകുന്നത്. 52 വാർഡുകളിലും മാലിന്യ കൂമ്പാരമില്ലാത്ത, അതോടൊപ്പം തന്നെ പ്രദേശങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്ന, നമ്മൾ സൗന്ദര്യവൽക്കരിക്കുന്ന, അങ്ങനെ നിരവധിയായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് താഴെത്തട്ടിൽ വരുന്നത്. ഈ താഴെത്തട്ടിലേക്ക് വരുന്ന മുഴുവൻ ശുചീകരണ പ്രവർത്തനങ്ങളിലും നമ്മൾ ഓരോരുത്തരും പങ്കാളികളായെങ്കിൽ മാത്രമേ നാം വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ പട്ടണവും നമ്മുടെ പ്രദേശവും നമ്മുടെ വീടും വൃത്തിയായി, അപ്പം അത്തരത്തിൽ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണമെങ്കിൽ ഞാനും നിങ്ങളും അടക്കം നമ്മൾ ഒന്നടങ്കം അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി, അത് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർബന്ധപൂർവമായ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ 2018 മുതൽ 2016 മുതൽ നമുക്കിവിടെ കിട്ടുന്ന സ്വച്ഛ് സർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡ് നമുക്കറിയാം. ആ അവാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ 2023 സ്വച്ഛ് സർവേഷൻ ക്ലീൻ സിറ്റി എന്ന രീതിയിൽ നമുക്ക് അവാർഡ് ഇത്തവണയും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നിലനിർത്തി പോകണമെങ്കിൽ ഈ അവാർഡുകളെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്വം കൂടുതൽ വലുതാണ്, കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഓരോ അവാർഡുകളും നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത്.